ബൈജു കൊട്ടാരക്കര, ഇവിടെ ഇതിന്റെ മുഖവുരയിൽ തന്നെ ഈ കമ്മീഷൻ പറയുന്നുണ്ട്, ഈ മൊഴി നൽകിയവരുടെ പേരുകൾ, ആർക്കെതിരെയാണ് മൊഴി നൽകിയത് എന്ന കാര്യം ഇതിൽ പറയുന്നില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 89 പേജുകളിൽ ആരുടെയും പേരുണ്ടാവാൻ വഴിയില്ലല്ലോ. ആകെ ഉണ്ടാവുക ഇന്ന സെറ്റിൽ വെച്ച് ഇന്ന രീതിയിൽ ഒരു നടൻ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ അനുവദിക്കാതെ നിരന്തരം ഹോട്ടൽ റൂമിന്റെ വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു എന്നതല്ലാതെ പേരില്ലാത്ത ഒന്നല്ല ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ പേജുകൾ പുറത്തേക്ക് വിടാൻ എന്താണ് പ്രശ്നം ശ്രീ ബൈജു കൊട്ടാരക്കര? ഇനി സൂചന കൊണ്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്ന് കരുതാൻ സർക്കാരിന് മടിയെന്താണ് ബൈജു കൊട്ടാരക്കര? അതാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കാർ ഇത്ര കാലം, നേരത്തെ സനോജൊക്കെ പറഞ്ഞതുപോലെ, ഈ 4.5 വർഷം എൻ്റെ കാശ്മീർ ഇത് പൂഴ്ത്തി വെക്കാൻ അവരെ കൊണ്ടാവുമെങ്കിൽ ഇനിയും ഇതിനകത്ത് അടയിരിക്കാൻ സർക്കാരിനെ കൊണ്ടാകും, അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക വകുപ്പിനെ കൊണ്ടാകും. സാംസ്കാരിക വകുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4.5 വർഷം ഇത് വെച്ചിട്ട് മിണ്ടാതിരിക്കുമായിരുന്നോ? ഇത് പുറത്തു വന്നതിന് ശേഷവും സാംസ്കാരിക വകുപ്പ് എന്താണ് ചെയ്തത്? ഇന്ന് 1 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. എന്താണ്? പുതിയ നിയമം ഉണ്ടാക്കും. എവിടെ? കോൺക്ലേവിൽ. ആരെയാണ് ഈ കോൺക്ലേവിൽ വിളിച്ചിരുത്തുന്നത്? ഇതിനകത്തുള്ള ഈ പെരുങ്കള്ളന്മാരെ തന്നെയല്ലേ വിളിച്ചിരുത്തുന്നത്? ഇവിടുത്തെ ഓരോ സംഘടനകളുടെ പ്രസിഡന്റ്, ഇപ്പോൾ ആത്മയുടെ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞു, ആത്മയുടെ പ്രസിഡന്റ് വരുമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ ചില യൂണിയനുകളുടെ പ്രസിഡന്റ് വരുമായിരിക്കാം. തിലകരെ വിലക്കിയതാരാ? ഇവിടുത്തെ ഇരിക്കുന്ന ഒരു പ്രധാന യൂണിയന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. അതാണ് തിലകരെ വിലക്കിയത്, വിനയനെ വിലക്കിയത്, എന്നെ വിലക്കിയത്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ച ഒരു യൂണിയന് തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്. അവരെ വിളിച്ച് വീണ്ടും കോൺക്ലേവ് നടത്തുന്നു, ഞങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നു. ഇതാണോ വേണ്ടത്? ഇതല്ലല്ലോ. ആരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? അവരുടെ പേരിൽ ഗവൺമെന്റ് കേസെടുക്കണം. പോക്സോ കേസ് വരെ എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള കേസുകൾ അതിലുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഗവൺമെന്റ് ഇത്ര മടി? ഗവൺമെന്റ് എന്തിനാണ് ഈ ഒളിച്ചു കളിക്കുന്നത്? എന്തിനാണ് അത്? ഈ ഒളിച്ചുകളി ആദ്യം നിർത്തണം. അതായത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ഞാനും പോയതാണ്, പല മീറ്റിങ്ങുകൾക്കും പോയതാണ്. ശ്രീ AK ബാലൻ മന്ത്രിയായിരുന്നപ്പോൾ, സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ അതിൻ്റെ മീറ്റിങ്ങുകൾ പല ദിവസവും നടന്നിരുന്നു. അന്നൊക്കെ വളരെ വ്യക്തവും ശക്തവുമായിട്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം പോലും ഇത്രയും കാലം നടപ്പാക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ഇനി പുതിയ കോൺക്ലേവ് ഉണ്ടാക്കി സിനിമ അങ്ങ് നന്നാക്കി കളയാം എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹാഷ്മി. കാരണം ഇതിനകത്തെ കാര്യം ഇതാണ്, ഇങ്ങനെ ഒരു കോൺക്ലേവ് ഉണ്ടാക്കി ഇതിനെ നടത്തിക്കളയാം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിൽ പല ആളുകളും ഗവൺമെന്റിന്റെ പല പൊസിഷനിലും ഇരിക്കുന്ന ചില ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹാഷ്മി നിഷേധിക്കുമോ? അല്ലെങ്കിൽ ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും നിഷേധിക്കുമോ? അല്ലെങ്കിൽ വെളിയിലിരിക്കുന്ന ആരെങ്കിലും നിഷേധിക്കുമോ? അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ പേര് പുറത്തു പറയാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഞാനായിട്ട് എനിക്ക് തന്നെ ഒരു കുരിശ് വലിച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാം ആരാണ് ഇതിന്റെ പ്രതികളെന്ന് വളരെ വ്യക്തമായി അറിയാം. ഒരു ലൊക്കേഷനിൽ 17 തവണ ഒരു കുട്ടിയുടെ മുഖത്ത് ക്യാമറ വെച്ച് 17 ടേക്ക് എടുക്കുമ്പോൾ ആ ടേക്ക് എടുത്തത് എന്നെ ചൂഷണം ചെയ്യാൻ സമ്മതിക്കാഞ്ഞിട്ടാണ് എന്ന് ആ കുട്ടി പറയുമ്പോൾ അത് ഏത് ലൊക്കേഷനിലാണെന്നുള്ളത് വളരെ വ്യക്തമായി അറിയാം. അതിനകത്ത് നായകൻ ആരാണെന്നും അറിയാം, അതിൻ്റെ പ്രൊഡ്യൂസർ ആരാണെന്നും അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആരാണെന്നും അറിയാം. അതേപോലെ എത്രയോ ഉദാഹരണങ്ങളാണ് കിടക്കുന്നത്. ആ ഉദാഹരണങ്ങൾ ഇത്രയും കിടക്കുമ്പോൾ അത് വെച്ച് ആൾക്കാരുടെ പേര് പുറത്തു പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അതാണ്ട് ഇന്ന് ഇന്ത്യയിൽ പല ഇംഗ്ലീഷ് ചാനലുകളിലും, ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള പല ഇംഗ്ലീഷ് ചാനലുകളിലും നടൻ ദിലീപിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇന്ന് ന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഇന്ത്യ ടുഡേയിൽ ഇന്ന് വൈകുന്നേരം വരെ പോയ ന്യൂസുകളിൽ എന്റെ ക്ലിപ്പ് വരെ ഇരിപ്പുണ്ട്. നടൻ ദിലീപിന്റെ